ഡിയർ ജേക്കോ മെമ്പേഴ്സ്, ഇതാണ് നമ്മുടെ ജേക്കോമിന് വേണ്ടി നമ്മളിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് കേട്ടോ. ജേക്കോം പാല ഡോട്ട് ഓൾ അബൌട്ട് കേരളം .com. ഈ സൈറ്റിലാണ് ഇപ്പം നമ്മൾ ജേക്കോമിന്റെ ബേസിക് കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്തതും പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇന്നൊരു സബ്മിറ്റ് ചെയ്തില്ല, ഒരു ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാക്കിയതും ഇതിലായിരുന്നു. അപ്പൊ ഇതിന്റെ കൺട്രോൾ പാനലിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി നോക്കാം, ലോഗിൻ ചെയ്യാം. ഇതിനെ നമുക്ക് ആയിട്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ജേക്കോമിന്റെ ഒരു മെമ്പർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം. അതുപോലെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതൊരു നമ്മുടെ ഒരു ഡൈനാമിക് ആയിട്ടൊരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതിവിടെ വന്നിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ഇവിടെ ജേക്കോം ബിസിനസ് കണക്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യത്തിനും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് ഫീൽഡുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ ഫീൽഡിൽ ഡിഫൈൻ ചെയ്യുമ്പം ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പിലുള്ള സംഭവങ്ങൾ വേണമെന്നുള്ളത്, ടെക്സ്റ്റ് ബോക്സ് വേണോ, ലിസ്റ്റ് ബോക്സ് വേണോ, സിമ്പിൾ എഡിറ്റ് ബോക്സ്, മൾട്ടി ലൈൻ വേണോ, റീഡ് ഓൺലി വേണോ, HTML എഡിറ്റർ വേണോ, ചെക്ക് ബോക്സ്, റേഡിയോ ഒന്നും വേണ്ട, അപ്ലോഡ് ചെയ്യാൻ ഫയൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രൊവിഷൻസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫോം, ഫീഡ്ബാക്ക് ഫോമിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രൊവിഷൻസും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ട്, ഇതിന് സബ്മിറ്റ് ചെയ്യാൻ ഉള്ള സംഭവങ്ങൾ ഉൾപ്പെടെ എല്ലാമാണ് നമ്മൾ ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ സബ്മിറ്റ് ഫോമിനുള്ളത് ഉണ്ടല്ലോ, സബ്മിറ്റ് ഫോമിനുള്ള ബട്ടന്റെ ടെക്സ്റ്റ് ആണ്, ടെക്സ്റ്റ് ഉൾപ്പെടെ ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ എവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരും. പിന്നെ ആർക്കെങ്കിലും കോപ്പി പോകണം, ഇമെയിൽ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഈ വരുന്ന സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്തേക്കുന്ന ഈ മെയിലിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ആർക്കെങ്കിലും കോപ്പി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കോപ്പി വെക്കാം, സെൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ഈ ഫില്ലപ്പ് ചെയ്യുന്ന ഫോമിന്റെ ഡാറ്റ മുഴുവൻ ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ചെയ്ത ആ ഇമെയിലും എല്ലാം കൂടെ വെച്ചിട്ട് ഇതിന്റെ അകത്തൊരു അക്കൗണ്ട് ഓൾറെഡി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം, ഫോർവേഡ് പാസ്വേഡ് കൊടുത്താൽ മതി. ഇവിടുന്ന് ലോഗിനിൽ നിന്ന് ലോഗിനിന്റെ പേജ് വന്നിട്ട് ഫോർവേഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവന്റെ പാസ്വേഡ് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റിൽ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് കയറാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് പല പേജുകൾ ഉണ്ടാക്കാം. ആ പേജുകളൊക്കെ ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. വേറെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള കാര്യം വെച്ചിട്ട് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൈറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് ഞങ്ങളുടെ സൈറ്റുകളെല്ലാം പവർ ചെയ്തിരിക്കുന്നത് ഈ സൈറ്റ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ യുറേക്കാസിംഗ്, ഓക്കെ, ഇത് വേറൊരു സൈറ്റാണ് ഞങ്ങളുടെ. ഇതൊരു സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറിന്റെ ഒരു സൈറ്റാണ്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറിന്റെ പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിന് ഇറക്കിയേക്കുന്ന സൈറ്റുകളാണിത്. അതുപോലെ ഇതുപോലെ പല സൈറ്റുകളും, നമ്മുടെ കമ്പനിയുടെ സൈറ്റുകളെല്ലാം ഇത് പവർ ചെയ്തേക്കുന്നതാണ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് സൈറ്റുകളെല്ലാം ഇത് പവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, വി ക്യാൻ കസ്റ്റമൈസ്. അതായത് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പുതിയ സൈറ്റുകൾ ഉണ്ടാക്കിയിടാം. ഇതുപോലെ ഡൈനാമിക് ആയിട്ട് ഫോമുകളൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വേറെ എഫേർട്ടുകൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് കോൺഫിഗർ ചെയ്യുന്ന ഒരു വീഡിയോയും ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ അകത്ത് കണ്ടന്റ്, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രൊവൈഡറെ, അതായത് ഒരു വെബ് ഹോസ്റ്റിംഗ് വെബ്സൈറ്റ് പ്രൊവൈഡർ, വൺസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് കൺട്രോൾ പാനൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്ത് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യാം. അതിന് വേറൊരാളുടെ ആവശ്യമില്ല, അവരുടെ സമയവും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പ്രൊവൈഡറെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നേരം സമയമൊക്കെ നോക്കി നിൽക്കേണ്ട വരും. നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കണ്ടന്റ് ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അതിന്റെ കൺട്രോൾ പാനൽ, അതിന്റെ ആക്സസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി പരിചയം ഉണ്ടെങ്കിൽ, ഈ സോഫ്റ്റ്വെയറിന്റെ അകത്ത് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം നിങ്ങൾക്ക് ആർക്കും ഇതുപോലെയുള്ള സിമിലർ സൈറ്റുകളോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈറ്റ് ഉണ്ടാക്കാൻ, ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ.